everyone, welcome to my YouTube channel Sandra. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പലതരത്തിലുള്ള ബർഗർ കഴിച്ചിട്ടുണ്ടാവും. അതായത് സിംഗർ ബർഗർ, ചിക്കൻ ബർഗർ അങ്ങനെയൊക്കെ കുറേ ബർഗേഴ്സ് കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ബർഗർ നിങ്ങൾ ഇതുവരെയായിട്ടും കഴിച്ചിട്ടില്ല. അതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. മാഗി വെച്ചിട്ടുള്ളൊരു ബർഗറാണ്. അപ്പം നമുക്ക് എന്തായാലും നേരെ അടുക്കളയിലേക്ക് പോവാം. ഇവിടെ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ബർഗറിന് വേണ്ടിയിട്ട് ഞാൻ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മയണൈസാണ് ഉണ്ടാക്കേണ്ട. മയണൈസിൻ്റെ റെസിപ്പി ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാവേ. നമുക്ക് മയണൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് മുട്ട, കുറച്ച് സോൾട്ട്, പിന്നെ കുറച്ച് പിഞ്ച് സോൾട്ടും പിന്നെ പിഞ്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കണം. ഇതെല്ലാം കൂടെ അടിച്ചിട്ടതിന് ശേഷം നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിച്ച് വേണം കേട്ടോ മിക്സിയിലിട്ട് ഇത് അടിക്കാനായിട്ട്. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് കിട്ടും. ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഫിനിഷ് ആയില്ല. ഇനി കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒരു ക്രീമി ടെക്സ്ചർ ആവുന്നവരെ അങ്ങനെ ഒഴിച്ചിട്ട് അടിച്ചെടുക്കണം. അങ്ങനെയാണ് നമ്മുടെ മയണൈസ് റെഡി ആവുന്നത്. അപ്പോൾ ഞാൻ റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം. മയണൈസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് നമ്മുടെ വേറൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് ബർഗർ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര ക്രീമി ആയി നോക്കിക്കോളൂ. ഇത്രയും ക്രീമിനെസ് നമുക്ക് വേണം. ബർഗറിൻ്റെ സോസിനായിട്ട് കുറച്ച് മയണൈസ് മാറ്റി വെച്ച് നമ്മുടെ ബർഗറിൻ്റെ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബർഗർ സോസ് റെഡി ആവും കേട്ടോ. ഇത് നല്ല മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ബർഗറിൻ്റെ സോസും റെഡിയാവും. ഇനി നമുക്ക് ബാക്കിയുള്ള പണികളെല്ലാം ചെയ്യണം. നമുക്ക് നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മാഗിയാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ മാഗിയൊക്കെ ഇവിടെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാവേ. അപ്പോൾ നമ്മുടെ എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാണ്. നമ്മുടെ ബർഗർ മയണൈസ് പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ചീസിന് പകരം ഇവിടെ ചീസ് സ്പ്രെഡാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് പിന്നെ നമ്മുടെ ക്യാപ്സിക്കം ഇച്ചിരി ഒന്ന് വറുത്തെടുത്തു നമ്മുടെ ഇത് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ എഗ്ഗും. ഇനി നമുക്ക് നമ്മുടെ അവസാനത്തെ ഭാഗത്തിലേക്ക് പോവാം. അതായത് നമ്മുടെ ബർഗർ ആക്കി എടുക്കാം. അതായത് നമുക്കത് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്കെല്ലാം സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ചൂടാറിപ്പോയി. ഇത് എന്നാലും കുഴപ്പമില്ല, ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാണ്. ഇനി നമുക്ക് നമ്മുടെ പ്രോസസ്സിലേക്ക് കടക്കാം. ആദ്യമേ നമുക്ക് നമ്മുടെ 2 ബണ്ണിലേക്കും ഫസ്റ്റ് ഈ ഒരു ബണ്ണിലാണ് കേട്ടോ ഞാൻ ബർഗർ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബർഗർ സോസ് ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നല്ലോ. ഇപ്പോൾ ബർഗർ സോസ് അതിന് ശേഷം നമുക്ക് മയണൈസാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ഈ മാഗി ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് നമ്മുടെ ചീസ് സ്പ്രെഡ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഞാൻ പുറത്തിരുന്ന് മെൽറ്റായി. അപ്പോൾ ഇതേപോലെ മെൽറ്റായി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ തന്നെ പുറത്തെടുത്ത് വെച്ചത്. അപ്പം എല്ലാം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇതാണ് കേട്ടോ പുറത്തെടുത്ത് വെച്ചത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ചീസ് ഇല്ലെങ്കിൽ ചീസ് സ്പ്രെഡ് ആണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും മതി. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് നമ്മുടെ ബർഗർ സോസും നമ്മുടെ മയണൈസും കൂടി ഇച്ചിരി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ എഗ്ഗും കൂടി ഇച്ചിരി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഇച്ചിരി നല്ല വലിയ ബർഗറാണ്. ഇനി നമ്മുടെ ക്യാപ്സിക്കവും പലയിടത്തായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഒരു ബണ്ണിലേക്ക് ബർഗർ സോസ് ആഡ് ചെയ്യുക. ബർഗർ സോസും പിന്നെ മയണൈസും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഇത് ക്ലോസ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ചൂടോടുകൂടി തന്നെ നമ്മളെല്ലാം സെർവ് ചെയ്താൽ മതി. അടിപൊളിയായിരിക്കും. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് വെച്ച് ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്.
നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതും കൂടെ ഒന്ന് റെഡി ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ അടിപൊളി ബർഗർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. നല്ല നമ്മുടെ ഇഷ്ടത്തിന് തന്നെ നമുക്ക് എത്ര വേണേലും ഇത് വലുതും ചെറുതും ഒക്കെ ആക്കാൻ പറ്റുന്ന രീതിയിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.